അടുത്തിടെ ഒന്നിനു പിറകെ ഒന്നായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങൾക്ക് നേരെയുള്ള താരിഫ് യുദ്ധവും സുപ്രീം കോടതിയിൽ എത്തിയതും കനത്ത പ്രഹരമാണ്. ഇപ്പോഴിതാ റിപ്പബ്ലിക്കൻസിന്റെ പിടിപ്പ് കേടുകൊണ്ട് അമേരിക്ക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗവൺമെന്റ് ഷട്ട്ഡൌണിലാണ്. പ്രവർത്തിക്കാൻ പണമില്ലാതെ സർക്കാർ ഓഫീസുകൾ മിക്കതും അടച്ചു പൂട്ടിയതോടെ പതിനായിരങ്ങളാണ് ശമ്പളമില്ലാ അവധിയിലേക്ക് പോകാൻ നിർബന്ധിതരായത്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി തന്നെ ഇത് ബാധിച്ചു. എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കുമെന്ന വലിയ ചോദ്യം ഉത്തരമില്ലാതെ മുന്നിൽ നിൽക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കടുത്ത ഭിന്നതകൾ സൃഷ്ടിച്ച സർക്കാർ അടച്ചുപൂട്ടൽ രാജ്യത്തിന്റെ സുരക്ഷയിലും സാമ്പത്തിക മേഖലയിലും ആഴത്തിൽ മുറിവേൽപ്പിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ 40 വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ 10% വരെ വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരെ ഇതെത്തിച്ചു. ഈ നടപടി കേവലം യാത്രാ മുടക്കങ്ങൾക്കുമപ്പുറം രാജ്യത്തിന്റെ വ്യോമ ഗതാഗത സംവിധാനത്തിന്റെ സുരക്ഷാ ഭീഷണികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എയർ ട്രാഫിക് കൺട്രോളർമാർ പോലുള്ള അത്യാവശ്യ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിൽ. 1 മാസത്തിലധികമായി ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഇതുമൂലം കുടുംബ ചെലവിനായി മറ്റ് താൽക്കാലിക ജോലികൾ ചെയ്യേണ്ട സ്ഥിതിയാണ്. ഷട്ട് ഡൗൺ തുടരുന്നത് സാമ്പത്തിക മേഖലയെയും യാത്രാ മേഖലയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് എയർലൈനുകളും ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിദിനം 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചു കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 2500 മുതൽ 4000 വരെ വിമാനങ്ങൾ ദിവസവും റദ്ദാക്കുന്നു. ഇത്രയധികം വിമാന സർവീസുകൾ റദ്ദാവുന്നത് അമേരിക്കയിൽ പതിവുള്ളതല്ല. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ വ്യോമ ഗതാഗതത്തെ ബാധിക്കുമ്പോൾ അത് ആഗോളതലത്തിലുള്ള യാത്രാബന്ധങ്ങളെയും ചരക്ക് നീക്കത്തെയും ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതിന്റെയെല്ലാം ആത്യന്തിക ഫലം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ മുതൽ സാധനങ്ങൾ അയക്കുന്ന ഷിപ്പിംഗ് കമ്പനികൾ വരെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു അനിശ്ചിതത്വമായിരിക്കും. നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം എന്താണ്? എങ്ങനെയാണ് ലോകത്തിലെ തന്നെ സമ്പന്ന രാഷ്ട്രമായ അമേരിക്ക ഈ അവസ്ഥയിലേക്ക് വന്നത്? നിത്യഭക്ഷണത്തിനായി സർക്കാരിന്റെ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്ന 4 കോടി ആളുകളാണ് പ്രതിസന്ധിയിലായത്. എന്തുകൊണ്ടാണ് സർക്കാർ ഒന്നും ചെയ്യാത്തത്? ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് അമേരിക്കൻ സാമ്പത്തിക വർഷം. പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ധനബില്ല് ഒക്ടോബർ 1 മുമ്പ് പാസ്സാക്കണം. എന്നാൽ ആരോഗ്യരംഗത്തെ ഫണ്ട് വിനിയോഗങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താനായില്ല. ഇതോടെയാണ് പ്രതിസന്ധികൾക്ക് തുടക്കമായത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഈ അടച്ചുപൂട്ടലിൽ ഉണ്ടായിരിക്കുന്നത്. ഷട്ട്ഡൌണിന്റെ ഭാഗമായി നിരവധി ഗവൺമെന്റ് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ 1.4 മില്യൺ ഫെഡറൽ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിലോ ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയോ ആണ്. ഷട്ട് ഡൗൺ എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിനെ ആശ്രയിച്ചാവും അടച്ചുപൂട്ടൽ ആഘാതത്തിന്റെ വ്യാപ്തി വ്യക്തമാവുക. ഇതിനു മുമ്പേ ഉണ്ടായ വലിയ ഷട്ട് ഡൗണും 2019 അന്നത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു. ആ ഷട്ട് ഡൗൺ 35 ദിവസം നീണ്ടുനിന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ബജറ്റ് തർക്കങ്ങൾ സാധാരണമാണ്. 2025 ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ ട്രംപ് ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി വെട്ടിച്ചുരുക്കാൻ നീക്കം ആരംഭിച്ചിരുന്നു. അതുകൊണ്ടാണ് നിലവിലത്തെ ഷട്ട് ഡൗണിൽ ജോലി സ്ഥിരമായി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഭൂരിഭാഗം ജീവനക്കാരും. ഷട്ട് ഡൗൺ ആരംഭിച്ചതിന് ശേഷം അമേരിക്കയിൽ സാധാരണക്കാരുടെ ജീവിതം താറുമാറായിരിക്കുകയാണ്. ഫെഡറൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. സർക്കാർ സേവനങ്ങളെ ആശ്രയിക്കുന്ന ചെറുവരുമാനക്കാരും ഷട്ട് ഡൗണിന്റെ പ്രതിസന്ധിയിലാണ്. അമേരിക്കയിൽ 8-ൽ 1 സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴിയുള്ള ഭക്ഷ്യസഹായത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഫണ്ടിംഗ് നിന്നതോടെ ഇക്കാര്യവും പരുങ്ങലിലായി. ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് ഉറപ്പു നൽകിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രതിസന്ധിയാകുന്നുണ്ട്. 60 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് US-ൽ പോഷകാഹാര പദ്ധതിയായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം അഥവാ സ്നാപ്പ്
ഫണ്ടില്ലാതെ മുടങ്ങിപ്പോകുന്നത്. ശമ്പളം കിട്ടാതെ വലയുന്ന ഫെഡറൽ ജീവനക്കാരും അടിസ്ഥാന സേവനങ്ങൾ നിലച്ചതിനാൽ ദുരിതത്തിലായ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരും പാർട്ടി പോരിന്റെ ഇരകളാകുകയാണ്. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും പരസ്പരം പഴിചാരി മുന്നോട്ടു പോകുമ്പോൾ ഷട്ട്ഡൌണിന്റെ പൂർണ്ണ പ്രഹരം സാധാരണക്കാർക്ക് ഏറ്റുതുടങ്ങി. വരും ദിവസങ്ങളിൽ അതിന്റെ തോത് ഇനിയും വർദ്ധിക്കും. എന്നിട്ടും ഇരു കൂട്ടരും എന്ന് സമവായത്തിലെത്തും, തർക്കം എന്ന് അവസാനിക്കും എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. ട്രംപിന്റെ കീഴിൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാകും.